നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടത് കോട്ട നിലനിർത്താൻ LDF, അട്ടിമറി നേടാൻ UDF, നില മെച്ചപ്പെടുത്താൻ BJP. ആലത്തൂരും തരൂരും വിജയമുറപ്പെന്ന LDF, ജില്ലയിൽ 3 സീറ്റ് പിടിച്ചെടുക്കുമെന്ന UDF, 2 സീറ്റ് ലഭിക്കുമെന്ന BJP. ജില്ലയിൽ വേനൽ മഴയെത്തി. അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. കൽക്കണ്ടി കാവുങ്കൽ വീട്ടിൽ ചെറിയാന്റെ ഭാര്യ സോണിയയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ജില്ലയിൽ കനത്ത ചൂട് തുടരുന്നു. തോട്ടം തൊഴിലാളികളുടെ ജോലി സമയവും പുനഃക്രമീകരിച്ചു. പകൽ 11 മണി മുതൽ 3 വരെ ജോലി എടുക്കരുതെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇടത് കോട്ട നിലനിർത്താൻ LDF, അട്ടിമറി നേടാൻ UDF, നില മെച്ചപ്പെടുത്താൻ BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം തിങ്കളാഴ്ച വരാനിരിക്കെ ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. 2021 ആകെയുള്ള 12 സീറ്റുകളിൽ 10 സീറ്റുകൾ LDF നേടിയിരുന്നു. സംസ്ഥാന ഭരണത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ജില്ലയ്ക്കായി. എന്നാൽ ഇത്തവണ LDFന്റെ 3 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. നിലവിലുള്ള പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലത്തിന് പുറമെ തൃത്താല, കോങ്ങാട്, ചിറ്റൂർ മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. പാലക്കാടും മലമ്പുഴയിലും വിജയം ഉറപ്പെന്ന് BJPയുടെ അവകാശവാദം. മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് ഇരു മുന്നണികൾക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് BJPയുടെ ലക്ഷ്യം. എന്തായാലും അന്തിമ ഫലപ്രഖ്യാപനത്തിന് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. നിയമസഭാ തിരഞ്ഞെടുപ്പ് തരൂരും ആലത്തൂരും നിലനിർത്താൻ LDF, അട്ടിമറിക്കാൻ UDF, മുന്നേറ്റമുണ്ടാക്കാൻ BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാത്തിരിക്കുമ്പോൾ തരൂർ നിയോജകമണ്ഡലത്തിലും ആലത്തൂർ നിയോജകമണ്ഡലത്തിലും LDF നിലനിർത്താനാണ് സാധ്യത. കഴിഞ്ഞ തവണ 1,00,000-ത്തിനടുത്ത വോട്ടിനാണ് PP സുമോ തരൂരിൽ നിന്നും വിജയിച്ച് കയറിയത്. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയത്തിൽ കുറഞ്ഞൊന്നും LDF പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് UDF കണക്കുകൂട്ടൽ. നില മെച്ചപ്പെടുത്തുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ആലത്തൂരിൽ 35,000-ഓളം വോട്ടിനാണ് KD പ്രസിഡന്റ് കഴിഞ്ഞ തവണ വിജയിച്ചത്. അത്രയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും 20,000-ത്തിന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് LDF കണക്കുകൂട്ടൽ. അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. നില മെച്ചപ്പെടുത്തുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ജില്ലയിൽ വേനൽ മഴയെത്തി. അട്ടപ്പാടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് യാത്രക്കാരിയായ വീട്ടമ്മ മരിച്ചു. കൽക്കണ്ടി കാവുങ്ങൽ വീട്ടിൽ ചെറിയാന്റെ ഭാര്യ സോണിയയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ആനക്കട്ടി മണ്ണാർക്കാട് റോഡിൽ ചെമ്മണ്ണൂരിന് സമീപമാണ് അപകടം സംഭവിച്ചത്. റോഡരികിലുള്ള വൻമരം കാറ്റിലും മഴയിലും മറിഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സമയത്ത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന സോണിയയുടെ മകൾ എമിക്കും ഓട്ടോ ഡ്രൈവർ പാക്കുളം സ്വദേശി ഹരിഹരനും പരിക്കുണ്ട്. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സോണിയ മരിച്ചു. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം സ്തംഭിച്ചു. മണ്ണാർക്കാട് നിന്നും അഗ്നിരക്ഷാ സേനയും പോലീസും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കനത്ത ചൂട്. തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ തോട്ടം തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷൻ ഉത്തരവിട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടിയിൽ ഉയരം കൂടുതലുള്ള തോട്ടങ്ങളെ സൂര്യാഘാത സാന്നിധ്യമില്ലാത്തതിനാൽ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ തോട്ടം തൊഴിലാളികളെയും ഈ പരിധിയിൽ കൊണ്ടുവരും. ഇത് പ്രകാരം പകൽ 11 മണി മുതൽ 3 മണി വരെ ജോലി സമയം ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകി. കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തൃത്താല കോറ്റനാട് റോഡിലുണ്ടായ അപകടത്തിൽ വാവന്നൂർ സ്വദേശി സിറാജുദ്ദീൻ 28 വയസ്സാണ് മരിച്ചത്. സിറാജുദ്ദീൻ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രി എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കാഞ്ഞിരപ്പുഴ പള്ളിപ്പടി അരിമ്പ്ര വീട്ടിൽ സതീഷാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ തച്ചമ്പാറി വെച്ചാണ് അപകടം സംഭവിച്ചത്. KSEB കോങ്ങാട് സെക്ഷനിലെ മീറ്റർ റീഡറായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം ഉണ്ടായത്. KSRTC വടക്കഞ്ചേരി സബ് ഡിപ്പോയിൽ നിന്നും വിരമിക്കുന്ന സെന്തിൽ കുമാറിന് യാത്രയയപ്പ് നൽകി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ സമയം സംഘടനാ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും ലഭിക്കുമെന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ്. ആ സന്തോഷം ഞങ്ങൾ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
പ്രത്യേകിച്ചും സാധാരണ തൊഴിലാളികൾ, സാധാരണ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ, അവരെല്ലാം ചിന്തിക്കുന്നത് അവരവരുടെ പ്രശ്നങ്ങൾ മാത്രം. അത് അവരുടെ കുറ്റമല്ല. സമൂഹം വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ബോധമണ്ഡലത്തെ രൂപീകരിക്കപ്പെടുക. നമ്മുടെ ബോധമണ്ഡലം രൂപീകൃതമാവുന്നത് അതിനനുസരിച്ചാണ്. നാം ജീവിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് കൂടുതൽ വരുമാനം ഉണ്ടാവുക, പണം ഉണ്ടാവുക, സമ്പത്തുണ്ടാവുക. എം കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ, സി കെ നാരായണൻ, പി എസ് മഹേഷ്, ബി സുരേഷ്, സി തരുൺ ദേവ്, ബി പ്രമോദ്, പി പ്രതീഷ്, ടി പി കെ സുമതി, പി രമേശ്, പി സതീശൻ, പി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു.